ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുട്ടികൾ രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരുന്നത് മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ സമാധാനം കെടുത്തുന്ന കാര്യമാണ്. പലവിധ കാരണങ്ങളാലാണ് കുട്ടികൾ ദുസ്വപ്നങ്ങൾ കാണാൻ കാരണമാകുന്നത്. അടുത്ത തവണ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുമ്പോൾ അവർക്ക് ബൈബിളിൽ നിന്നുള്ള ഈ കൊച്ചു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കൂ. ദൈവം എപ്പോഴും കൂടെയുണ്ടെന്ന ബോധ്യം അവരുടെ ബോധമനസ്സിലും ഉപബോധ മനസ്സുകളിലും വന്ന് നിറയാൻ ഈ പ്രാർത്ഥന വളരെയേറെ സഹായകരമാകും. സുഭാഷിതങ്ങളിൽ നിന്നുള്ള ഈ പ്രാർത്ഥന ഉറങ്ങും മുമ്പ് ചൊല്ലാൻ നിങ്ങളുടെ കുഞ്ഞിനോട് പറയുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഗുണകരമായിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അടുത്ത് വിളിച്ചിരുത്തി അവരുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഈ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനമാണ്. നീ കിടക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, നീ വിശ്രമിക്കുമ്പോൾ നിനക്ക് സുഖനിദ്ര ലഭിക്കും. ഈ വചനം 3 തവണ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് നെറ്റിയിൽ കുരിശു വരച്ച് അവരെ ഉറങ്ങാനായി വിടുക. ഒന്നുകൂടെ പറയാം. നീ കിടക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, നീ വിശ്രമിക്കുമ്പോൾ നിനക്ക് സുഖനിദ്ര ലഭിക്കും. മുതിർന്നവർക്കും ഇങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ഈ വചനം ചൊല്ലി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാവുന്നതാണ്. അതുപോലെ 91-ാം സങ്കീർത്തനം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലുന്നതും ശാന്തമായി ഉറങ്ങാൻ സഹായകരമാകും. ഈ രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈശോയുടെ സംരക്ഷണയ്ക്കായി സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തെ, ഭവനമിരിക്കുന്ന പരിസര പ്രദേശങ്ങളെ എല്ലാം കർത്താവിൻ്റെ സംരക്ഷണത്തിനായി ഭരമേൽപ്പിച്ചുകൊണ്ട് 91-ാം സങ്കീർത്തനം ചൊല്ലി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി.